ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി കല്ലറയുടെ കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ആലു പൊറോട്ട പഞ്ചാബി ഡിഷാണെങ്കിൽ നമ്മുടെ കേരള സ്റ്റൈലിൽ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നു. നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുമ്പോൾ കേരള സ്റ്റൈൽ ആവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആട്ട മാവാണ്. നമ്മുടെ ഇവിടെ 1 കിലോ ആട്ട മാവാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ആശാൻ വീഡിയോയ്ക്ക് ഫ്രണ്ടിലേക്കൊന്നും വരുന്നില്ല. ആശാൻ ഉണ്ടാക്കുന്നു, ശിഷ്യൻ വീഡിയോ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളാരെയും കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ 1 കിലോ മാവ് നമ്മളിവിടെ തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മുടെ 1 കിലോ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ആവശ്യമെങ്കിൽ ഒരു നുള്ള സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നുള്ള സോഡ കൂടെ ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള നെയ്യാണ്, അല്ലേ, നല്ല ഒറിജിനൽ നെയ്യാണ്. ആ നെയ്യൂടെ ചേർക്കാം. ചേർത്തിട്ട് നമുക്കിതിനാവശ്യമായ, അതായത് ചപ്പാത്തിയുടെ പരുവത്തിന് കുഴച്ചെടുക്കാൻ പരുവത്തിന് ആവശ്യമായ വെള്ളം, ആ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നല്ലതുപോലെ നമ്മുടെ ഉരുട്ടി നല്ല മയം വരുത്തണം. മയം വരുത്തി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാവ് അവിടെ ഇരുന്നൊരു മയം വരട്ടെ. ആ വരുന്ന സമയത്തിന് നമുക്കൊരു മസാല ഇതിന് വേണ്ടി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി നമുക്കൊരു 2 സവാള അരിഞ്ഞെടുക്കാം. സവാള അരിയുമ്പോൾ ശ്രദ്ധിക്കണം, ഇതുപോലെ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് വെക്കാനൊക്കെ സൗകര്യമായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട്. പിന്നെ നമ്മളത് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ അരിഞ്ഞ സവാളയാണ്. ഇത് ചേർത്ത് നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ഒരു ചെറിയ പാത്രമൊക്കെ അതിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ നമ്മുടെ തനി നാടൻ കേരള സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം അങ്ങോട്ട് കൊടുക്കാം. അതാണ് പൊട്ടുന്നത്, കടുകൊന്നുമല്ല. ജീരകം പൊട്ടിയപ്പോഴേ ചെറിയ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതൊരു കുറച്ച് സമയം കൊണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് അതിൻ്റെ ഒരു മണം വരും. ഏകദേശം മണം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഈ സവാള ഇതിൽ കിടന്ന് കുറച്ച് ചെറുതായി, ഒരുപാട് അങ്ങ് വഴണ്ടി വരണ്ട. ഇത് നമ്മുടെ ഈ പൊറോട്ട, ആലു പൊറോട്ടയ്ക്ക് അകത്തിരുന്നാണ് ഇത് ബാക്കി വേകുന്നത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതേ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇപ്പോഴേ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു കൊച്ചു പണിയുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചില്ലേ, ഇതിനെ നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് ഞെരടി പൊടിക്കാം, അല്ലെങ്കിൽ തവിയോ സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊക്കെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ സവാള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രം മതി. ആ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ സവാള ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഏകദേശം എല്ലാ ഭാഗത്തും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം മുളക് പൊടി ഇല്ലാതെ നമ്മുടെ മലയാളിക്ക് ഒരു രുചി പൂർത്തിയാവില്ലല്ലോ. അപ്പോൾ അല്പം മുളക് പൊടി നമുക്ക് ചേർക്കാം. ഒരു 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും. ആ മല്ലിപ്പൊടിയും ആ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. നമുക്ക് പിന്നെ എരിവിന് വേണ്ടി നമുക്ക് ഒരല്പം എരിവ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇനി നമുക്കൊരു ചെറിയ മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 സ്പൂൺ ഗരം മസാല പൗഡർ കൂടെ നമുക്ക് ചേർക്കാം. നമ്മളതിൻ്റെ പൊടിച്ചെടുത്ത പൊടിയാണ്, അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യും. നമ്മൾ ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഇത് ഈ മിക്സിനെ നല്ലപോലെ ചേർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മല്ലിയില ചേർത്തിട്ടില്ല. അപ്പോൾ മല്ലിയില കൂടെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. ആ മല്ലിയില കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ആലു പൊറോട്ടയ്ക്ക് ആവശ്യമായ മസാല ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അത് ഏകദേശം ആയി വരുന്നുണ്ട്. ഈ ഉരുളക്കിഴങ്ങിനെ ആലു എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇതിന് പേര് തന്നെ വന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഇവിടെ പരുവായിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് ബോൾ പിടിക്കുന്ന പോലെ നമുക്ക് ബോൾ പിടിച്ച് ഇതുപോലെ എടുക്കാം. ബോൾ പിടിച്ചിട്ട് നമുക്ക് അതിലേക്ക് നെയ്യ് ആണ് പുരട്ടുന്നത്. അപ്പം നെയ്യ് പുരട്ടി നമുക്ക് ഇതുപോലെ വയ്ക്കാം. എല്ലാ ബോളുകളിലും ഇതുപോലെ നെയ്യ് പുരട്ടി വയ്ക്കാം. അപ്പോൾ ചപ്പാത്തി കാലും കുറച്ചുകൂടെ വലുതായാലും കുഴപ്പമില്ല, നമുക്ക് വലുതായിട്ട് പരത്തി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം കുറച്ചുകൂടെ ഒന്ന് വലുപ്പത്തിൽ ഒന്ന് പരത്തി ബോൾ പിടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം നെയ്യൊക്കെ പുരട്ടി ഒരല്പസമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കതിനെടുത്ത് പരത്തിയെടുക്കാം. അത് 2 രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന മോഡൽ നമുക്ക് കാണിക്കാം. അതിൽ എളുപ്പം, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന ഏതാണോ ആ രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 2 മോഡലിലും ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തി റോളർ വെച്ച് ഇതുപോലെ നല്ലതുപോലെ വലുതായിട്ട് അങ്ങ് പരത്താം.
ഏകദേശം വലുതായിട്ട് അങ്ങ് പരത്തിയിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തിൽ അല്പം നെയ്യൊക്കെ പുരട്ടി നമ്മുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ഇതുപോലെ വെച്ച് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും നിരത്തി വയ്ക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ 3 സൈഡിൽ നിന്ന് കോണായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ 2 സൈഡായി. മറ സൈഡ് കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് കവറായിട്ട് നമുക്കിതിനെ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് എടുക്കാം. അത് വളരെ കട്ടി കുറവായതുകൊണ്ട് നമുക്ക് പിന്നെ ഇനി പരത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും കുറച്ച് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 2 മോഡൽ കാണിക്കുക. ഇത് ഒരു മോഡൽ ആണ് ഇവിടെ ഇപ്പോൾ ചെയ്തത്. ഇനി മറ്റൊരു മോഡലൂടെ ചെയ്യാം. ഇതിപ്പോൾ ഇതുകൂടെ നമുക്ക് മസാല പുരട്ടി വെച്ചതിന് ശേഷം, മസാല നിറച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത മോഡൽ ചെയ്യാം. അതിപ്പോൾ ഇതുപോലെയാണ്. 2 സൈഡ് മടക്കി 3ാമത്തെ സൈഡ് മടക്കി ഇതുപോലെ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ മോഡൽ ഉണ്ടാക്കാം. അതിന് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒരല്പം പൊടിമാവൊക്കെ പുരട്ടി നമുക്ക് മാവ് അല്ലെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പം നല്ല കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടും. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കല്ലിൻ്റെ വലുപ്പത്തിന് നമുക്ക് പരത്തിയെടുക്കാം. നമുക്കിവിടെ വലിയ കല്ലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് ഒരല്പം നെയ്യൊക്കെ നമുക്ക് ഇതുപോലെ പുരട്ടി ഒരെണ്ണം പരത്തി ഇങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അതേ വലുപ്പത്തിൽ തന്നെ ഒരെണ്ണം കൂടെ തയ്യാർ ചെയ്തെടുക്കേണ്ടിയുണ്ട്. അപ്പോൾ അതുപോലെ ഒരല്പം പൊടിമാവൊക്കെ പുരട്ടുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് പരത്തിയെടുക്കാനും ഷേപ്പിനും ഒക്കെ കിട്ടും. ഷേപ്പെല്ലാം കിട്ടും. അപ്പോൾ അതുപോലെ നമുക്ക് അതുകൂടെ ഒന്ന് പരത്തിയെടുക്കാം. വളരെ നൈസിന് പരത്താൻ ശ്രമിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ 2 സൈഡ് വെന്ത് വരാൻ, 2 പുറം വെന്ത് വരാനുള്ളതുകൊണ്ട് വളരെ നൈസിന് പരത്തുന്നതായിരിക്കും സൗകര്യം. വെന്ത് വരാനൊക്കെ വളരെ സൗകര്യം അതായിരിക്കും. അപ്പോൾ ഏകദേശം അതുമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തയ്യാർ ചെയ്ത് നെയ്യൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നില്ലേ, അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ വയ്ക്കുകയാണ്. വെച്ചിട്ട് നല്ലതുപോലെ നിരത്തി എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം മസാല ഏകദേശം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മാവ് അതിൻ്റെ പുറത്തേക്ക് വെച്ച് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ കവറായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചിലപ്പോൾ ഇളകി പോകാനൊക്കെ സാധ്യത. നമ്മൾ മൈദ കൊണ്ട് പശ പോലെ ഒരല്പം ഉണ്ടാക്കി അരികിന് തേച്ചാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ പോലെ ചെയ്യണം. അപ്പോൾ അതങ്ങ് നല്ലതുപോലെ ഒട്ടി പിടിക്കും, ഇളകി പോകത്തില്ല. പിന്നെ ഒരു കാണാനൊക്കെ ഒരു ഭംഗി, ഒരു ഡിസൈനും ഒക്കെ ആയി അല്ലേ. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ കാണാനൊക്കെ തന്നെ ഒരു ഭംഗിയായി. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ മാവ് പുരട്ടി ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. വളരെ നൈസായിരിക്കണം. പിന്നെ കട്ടി പൊടി പോലെ ഇതുപോലെ വെച്ച് നമുക്ക് ഇതുപോലെ പോർക്ക് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. പോർക്കില്ലാന്നെങ്കിൽ ഒരു സ്പൂൺ ആയാലും മതി. സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ കല്ലെല്ലാം ചൂടായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് പോവാം. ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ കല്ല് നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. നമുക്കൊരല്പം നെയ്യൊക്കെ കല്ലിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന ആലു പൊറോട്ട അതിലേക്കിട്ട് ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് മുപ്പിച്ചെടുക്കാം. ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് മാത്രമല്ല, മറിച്ചും തിരിച്ചും ഇട്ട് ഇതിനെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒരു സൈഡ് ഒരുപാട് സമയം ഇടരുത്, അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിൻ്റെ ഒരു നല്ല മണവും എല്ലാം വരുന്നുണ്ട്. ഉണ്ടല്ലേ, ഏകദേശം മൂത്ത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നെയ്യുടെയൊക്കെ ഒരു നിറം തന്നെ അതിന് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിനേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ചുകൂടെ ഉണ്ടല്ലോ, മറ്റേ ആദ്യം ചെയ്തതുണ്ട്, അതുകൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിനി ആദ്യം തയ്യാർ ചെയ്തിരുന്ന ആലു പൊറോട്ട ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചുട്ടെടുക്കാം. കല്ലിൽ ഒരല്പം നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കായി വരും. നമുക്കത് മറ്റതുപോലെ തന്നെയാണ്, തിരിച്ചും മറിച്ചും ആയിട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കത് മാറ്റാം. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ സെർവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആലു പൊറോട്ട നമുക്ക് അടുക്കി വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗം കൊണ്ട് കട്ട് ചെയ്യാം. ഒരു 2-3 എണ്ണം ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ മടക്കി വയ്ക്കാം. മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മധ്യഭാഗത്തൊന്നുകൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഏകദേശം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണ്ടേ. വളരെ നൈസാണ്, പക്ഷേ മസാല ഫില്ല് ചെയ്തിട്ടുണ്ട്.
വളരെ ടേസ്റ്റിയാണ്. കണ്ടില്ലേ? ഇനി നമ്മൾ കണ്ട ഓക്കെ. ഇനി നമ്മൾ ആദ്യം തയ്യാർ ചെയ്തൊരു മോഡലുണ്ടല്ലോ, മടക്കി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഉൾഭാഗം കൂടെ നമുക്കൊന്ന് കാണാം. ഇതാ നമുക്കതിങ്ങനെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് പൊട്ടിച്ച് ദേ വരുന്നു സാധനം. കണ്ടില്ലേ? കഴിക്കാനൊക്കെ തോന്നുന്നല്ലേ? അപ്പോൾ ഓക്കെ, നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡിയാണ്. നമ്മുടെ എല്ലാം കാണാം, നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നിലമിൻ്റെ ഇത് കഴിച്ചു നോക്കണം. അപ്പോൾ നമുക്കിന്ന് കഴിച്ചു നോക്കാനൊന്നും വേറെ പുറത്തുനിന്നും ആരും കിട്ടിയില്ല. നമ്മുടെ തൊട്ടപ്പുറത്തൊരു മോളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു മുള ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ അവളെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവളെ വിളിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഒന്ന് വിളിച്ചു കഴിഞ്ഞ ദിവസം അവൾക്ക് വലിയ പരാതിയാണ്, അവളെ വിളിച്ചില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നെന്തായാലും സസ്പെൻസ് ആയിട്ട് കൊടുക്കാം. അവൾക്ക് എത്തത്തില്ല. ഇനി താഴോട്ട് ക്യാമറ പോയാലേ കാണത്തുള്ളൂ. ഇതാണ് ആലു പൊറോട്ട, നമ്മുടെ ആശാന്റെ ആലു പൊറോട്ട. നമുക്കുള്ള രക്ഷണം എടുത്ത് കഴിച്ചേ, 2 എണ്ണം ചേർത്തെടുത്തു. അത് തന്നെ കഴിച്ചു നോക്ക്, നല്ലപോലെ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ സൂപ്പറായിട്ടുണ്ടാ? ഓക്കെ, ഇതുകൂടെ കഴിച്ചു. അപ്പോൾ ഇനി ഒരല്പം ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, സംഗതി സൂപ്പറായിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. അപ്പോൾ അറിയാവുന്നവരൊക്കെ കാണും, എന്നാലും ഈ ഒരു മോഡലിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ.